അങ്ങനെ ഒരു തിരക്ക് പിടിച്ച ഗെറ്റ് റെഡി വിത്ത് മീ നമുക്കൊന്ന് കണ്ടാലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു, ശേഷം സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. അതെല്ലാം ഇട്ട് കൊടുത്താൽ നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്യുക. എൻ്റെ മുഖം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇവളെന്തിനാ ഇത്രയും മസാജ് കൊടുക്കും? ഒന്നുമല്ല, രാവിലെ തന്നെ എണീച്ച് മംഗളത്തിന് വേണ്ടെന്ന് പറഞ്ഞാൽ മുഖം എങ്ങനെയിരിക്കും? അതും ഈ മഴക്കാലത്ത് നല്ല തണുപ്പ് പിടിച്ച് ഉറങ്ങി വരുന്ന സമയത്ത്. ആയാലും കിട്ടിയ അവസരത്തിന് സത്യം ഒഴിവാക്കണ്ടെന്ന് വെച്ചിട്ട് പുറപ്പാടാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് ശേഷം നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഐബ്രോസ് നമ്മൾ എഴുതാൻ വെച്ചാൽ വേറെ ആർക്കും ഇത്ര കറക്റ്റായിട്ട് എഴുതരാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം നമ്മൾ പ്രൈമർ ഇട്ട് കൊടുത്തു. പ്രൈമർ ഇടണ്ടേ, കുട്ടിയല്ലേ അടിക്കാൻ പോകുന്നത്. പറഞ്ഞത് ഫണ്ണാണെങ്കിലും ഈ മേക്കപ്പ് ഒരു കല തന്നെയാണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നിരുന്നു കേട്ടോ. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം കൂടി പിടിച്ച് മുഖത്തേക്ക് ഇട്ടൊന്ന് പെയിന്റ് അടിച്ചാൽ പോരും. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ലടാ. വേണ്ട സ്ഥലത്ത് വേണ്ട പോലെ ഇടണം. അതായത് അൺഈവൺ ആയ സ്ഥലത്ത് ഈവൺ ആക്കണം. പക്ഷെ നമ്മൾ ചെയ്തിനോ ഇല്ല. അങ്ങനത്തെ ഒരു മേക്കപ്പ് ആയിരിക്കണം എൻ്റെ മേക്കപ്പ് എന്നാണ് എൻ്റെ എക്കാലത്തെയും ഡ്രീം. ഏറെക്കുറെ ഇന്നും അങ്ങനെ തന്നെ വന്നേന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാടൊന്നും അടിച്ച പോലെ ഇല്ല അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ എത്ര മിനിമലാന്ന് പറഞ്ഞാലും ഈ സമൂഹത്തിൽ നമ്മളൊരു സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഇട്ടിട്ടാണെങ്കിൽ ഓള് പുട്ടിയാണേ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ടീംസാ. എനിവേസ്, നിങ്ങൾക്ക് എന്ത് കോൺഫിഡൻസ് തോന്നുന്നോ അത് ധരിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ വിജയം. അല്ലാണ്ട് മറ്റുള്ളവരെന്ത് പറയുന്നത് നോക്കിയിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളെ ആരും പഠിച്ച് എണീപ്പിക്കാനും പോകുന്നില്ല. അങ്ങനെ എണീപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ട സംഭവം. എങ്ങനെയുണ്ട്? കുറച്ച് മോട്ടിവേഷൻ ആയില്ലേ? അപ്പൊ മുടിയെല്ലാം വാരിക്കെട്ടി ഇവിടെ ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. കമ്മല് പരുതിയിട്ട് എത്ര സമയമായി? ഇനിയിപ്പോ ഈ 2 കമ്മലിടണം, ഒരു മാലയും കൂടി ഉണ്ട്. അതിനി വന്നിട്ടല്ലോ, അതെവിടെ പോയി എന്നാന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആലോചിക്കുന്നത്. ഈശ്വര, ഞാനിത് എവിടെയോ വെച്ചിരുന്നല്ലോ, കിട്ടിപ്പോയി. അപ്പോൾ ഈ മാലയും കൂടി ഇട്ടാൽ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കുന്നത് തന്നെ. സോ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ.